ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നുമ്പോൾ ഹോട്ടലിൽ പോകേണ്ട കാര്യമില്ല. വെറും 20 മിനിറ്റ് കൊണ്ട് അടിപൊളി ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കാം. വാ, എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്രൈഡ് റൈസിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ബസ്മതി റൈസാണ്. ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായ അളവിൽ തന്നെ എല്ലാം എടുക്കണേ. ബസ്മതി റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായി വേവണ്ട, 1/4 വേവ് മതിയേ. ബാക്കിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ ഇതിനാവശ്യമായ ക്യാരറ്റും ക്യാപ്സിക്കവും ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ രീതിയിലാണ് എല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. നമ്മൾ അതുകൊണ്ട് ചോപ്പർ വെച്ചിട്ടാണ് എല്ലാം അരിഞ്ഞെടുത്തത്. എല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൈസ് ഉണ്ടാക്കാൻ പറ്റും. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കന്, പിന്നെ മുട്ട, ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ ചേർക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ 2 സ്പൂൺ വലിയ സ്പൂണിൽ തന്നെ പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ സ്പൂൺ എന്നാൽ ഒരു ടേബിൾ സ്പൂൺ, 2 വലിയ ടേബിൾ സ്പൂണിലാണ് ചേർത്ത് കൊടുത്തത്. നെയ്യൊക്കെ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. ഇഞ്ചി നല്ലവണ്ണം മൂത്ത് വന്നപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും അതുപോലെ പൊടിയായി അരിഞ്ഞതാണ്. അതും നല്ലവണ്ണം മൂത്ത് വന്നപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തത് ഉള്ളിയാണ്. ഉള്ളി ഒരു ഉള്ളിയാണ് എടുത്തത്. അതും ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതും മൂത്ത് വന്നപ്പോഴാണ് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തത്. പിന്നെ ബീൻസ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ ക്യാപ്സിക്കവും. ക്യാരറ്റ് 2 ചെറിയ ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തത്. 1 കിലോ റൈസിന് 2 ക്യാരറ്റും ഒരു 10-12 ബീൻസും ഒരു വലിയ ക്യാപ്സിക്കം ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികളൊക്കെ പാത്രത്തിൻ്റെ ചുറ്റിലും മാറ്റി വെച്ചു. അതിൻ്റെ നടുവിലായിട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുത്തത്. ചിക്കൻ ചെറുതായി അരിഞ്ഞെടുക്കണേ, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടൂ. എന്നിട്ടൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് തുറന്ന ശേഷം ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. പച്ചക്കറിയും ചിക്കനും ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലവണ്ണം വഴറ്റിയ ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ പച്ചക്കറിയും ചിക്കനും ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. 5 മുട്ടയാണ്. നമ്മൾ അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറികളും മുട്ടയും ചിക്കനും ഒക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കള്ളം പറയുന്നതൊന്നും അല്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണേ. അധിക പേരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് ഫ്രൈഡ് റൈസ് കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ റൈസ് കുഴഞ്ഞു പോകുന്നു എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് 1/4 വേവ് മാത്രമേ റൈസ് വേവിക്കാൻ പറ്റൂ. പച്ചക്കറിയും ചിക്കനും ഒക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അതൊക്കെ പാത്രത്തിൻ്റെ ചുറ്റിലും മാറ്റി വെച്ച് അതിൻ്റെ നടുവിലായി മുട്ട ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. മുട്ടയൊക്കെ നല്ലവണ്ണം വെന്ത് കൊള്ളും. ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇനി പതുക്കെ വേവിച്ചെടുത്താൽ മതി. മുട്ടയൊക്കെ നല്ലവണ്ണം വെന്തതിന് ശേഷം മാത്രമേ പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റുമേ. മുട്ട നല്ലവണ്ണം വെന്ത് വരട്ടെ. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇത് നമുക്ക് 1 കിലോ റൈസിന് കറക്റ്റായ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ രുചിക്ക് ഒട്ടും കുറവൊന്നും വരാനൊന്നും പോകുന്നില്ല. നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള മസാലയൊക്കെ എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെയായിട്ട് ചോറ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഓരോ പേർക്കുമാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മൾ റൈസ് മൊത്തം ഒന്നിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ കറക്റ്റ് അളവായത് കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണേ. അരി 1/4 വേവേ വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടും കുഴഞ്ഞു പോവില്ല. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേശ്ശായി ചേർത്ത് കൊടുത്താൽ മസാലയും ചോറും എല്ലാം കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ ചോറ് വേറെ മസാല വേറെ ആയിരിക്കും.
പിന്നെ നമ്മൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം ചോറുണ്ടല്ലോ, അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണേ. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മിക്സിങ്ങിലാണ് വരുന്നത്. എല്ലാ മസാലക്കൂട്ടും ചോറും സോയാ സോസും എല്ലാം തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സാധാരണ ബിരിയാണി പോലെയല്ല ഇത്. ആദ്യം 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. വീണ്ടും 1 സ്പൂൺ കൂടി സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഹോട്ടലിലേക്ക് പോകുകയേ ചെയ്യില്ല. ഇതിൽ കൂടുതൽ മല്ലിയില ചേർക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മല്ലിയില ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില്ലി സോസോ ടൊമാറ്റോ സോസോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ടൊമാറ്റോ സോസ് അത്ര എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കാറുമില്ല. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ ചില്ലിയാണ്. അതുകൂടിയാകുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. ഇതിന് പിന്നെ വളരെ കുറച്ചേ ചിക്കൻ്റെ ആവശ്യമുള്ളൂ. ചിലവ് വളരെ കുറവാണെങ്കിൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഹോട്ടലിലെല്ലാം പോയി കഴിക്കുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല അവർ തരുന്നത്. അതും വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് 1 കിലോ ഉണ്ടാക്കിയാൽ തന്നെ നമ്മളൊരു 10 പേർ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മസാലയും ചോറും എല്ലാം കൂടിയാകുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഉണ്ടാക്കണേ. ചോറ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചോറിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും. അരിൻ്റെ വേവ് പോലെ ആയിരിക്കും ഏത് ചോറ് വെച്ചാലും ഉണ്ടാവുക. ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും ചോറ് കറക്റ്റ് അളവിൽ വെന്തില്ലെങ്കിൽ ചോറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ പലതവണ ഉണ്ടാക്കി നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. എല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് എല്ലാം കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്, എന്നാൽ നല്ല കഴിക്കാൻ ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ പെട്ടെന്ന് പാത്രം കാലിയായിക്കോളും. ഇങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മളെ മക്കൾക്കും മക്കൾക്കും എല്ലാം ഇഷ്ടം. മാത്രമല്ല എനിക്കുണ്ടാക്കാൻ വളരെ ഈസിയുമുള്ളൊരു റെസിപ്പിയുമാണ്. കുറേ പാത്രവും വേണ്ട, ആകെ ഒരു പാത്രം മാത്രം മതി ഇതുണ്ടാക്കാൻ. ചോറിൻ്റെയും മുട്ടയുടെയും പച്ചക്കറിയുടെയും ചിക്കൻ്റെയും ഒക്കെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ചോറും മസാലയെല്ലാം കൂടി നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ലവണ്ണം ഒന്നുകൂടി നമുക്ക് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. എന്താ എല്ലാവർക്കും നമ്മളെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും വരുന്നത് വരെ തൽക്കാലം പോകുന്നു. ടാറ്റാ, ബൈ ബൈ.